നമ്മൾ ഈ സിനിമയിലും അല്ലെ അല്ലാതെ നമ്മുടെ നാട്ടിലും പലപ്പോഴും ഉണ്ടാവും ചേസ് ചെയ്തൊക്കെ കുറ്റവാളികളെ പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പോലീസ് അങ്ങനെ വേഗത്തിൽ വട്ടമിട്ട് വണ്ടി നിർത്തിയും ഒക്കെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ആശുപത്രി കെട്ടിടത്തിനുള്ളിലേക്ക് പോലീസ് ഇപ്പോൾ നേരെ കയറി ചെല്ലുക ഒരു കുറ്റവാളിയെ പിടിക്കാനെന്നത് സിനിമയിൽ പോലും എനിക്ക് തോന്നുന്നു കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നടന്നു, ഇതാ കാണും. അർജുൻ പീതാംബരനുണ്ട് ഡൽഹിയിൽ നിന്ന്. അർജുനെ, വാഹനം അവിടെ പുറത്തിട്ടിട്ട് സ്പീഡിൽ കയറി ചെന്ന് കുറ്റവാളിയെ പിടിക്കേണ്ട സാഹചര്യമൊക്കെ അല്ലായിരുന്നോ ഇത്? എന്താണ് അങ്ങനെ ഒരു വണ്ടി കയറ്റിക്കൊണ്ടു പോകാൻ ഇടയാക്കിയ ഒരു സാഹചര്യം? ദിവിഷേട്ട, പോലീസിന്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ കാര്യകാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് ഋഷികേശിലെ എയിംസ് ആണ്. ആ എയിംസിനകത്ത് കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ജൂനിയർ ഡോക്ടറെ അവിടുത്തെ തന്നെ ആ എയിംസിലെ തന്നെ മറ്റൊരു നഴ്സിംഗ് സ്റ്റാഫ് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിന് പിന്നാലെ തന്നെ അയാൾ ഒരു ഭീഷണി സന്ദേശം കൂടി അയച്ചിരുന്നു ആ ജൂനിയർ ഡോക്ടർക്ക്. അതിനെതിരെ ആ ഡോക്ടർ പരാതിപ്പെട്ടിരുന്നു. പിന്നാലെ ഈ സതീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ നിയമപരമായി യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. ആ നിയമ നടപടി എടുക്കണമെന്ന് ആരോപിച്ചും സസ്പെൻഷൻ കൊണ്ട് മാത്രം നിൽക്കില്ല എന്നുള്ള കാര്യം ആരോപിച്ചും വലിയ രീതിയിൽ ഡോക്ടർമാരുടെ സമരം പ്രത്യേകിച്ചും ഋഷികേശിലെ എയിംസിന് ചുറ്റും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ വാർഡുകളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പോലീസിന് ബൊലേറോ ഓടിച്ച് വാർഡിനകത്തുകൂടി ഓടിച്ച് അകത്തേക്ക് കയറ്റേണ്ടി വന്നത്. ഡെറാഡൂൺ SP വിശദീകരണം എല്ലാം തന്നെ അതിൽ വന്നിട്ടുണ്ട്. നിലവിൽ നമ്മൾ ഈ കാണുന്നതൊരു കാത്തിരിപ്പ് വാർഡാണ്. ജനറൽ വാർഡോ ചികിത്സാ വാർഡോ ഒന്നും തന്നെയല്ല. അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് രോഗികൾക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു കാത്തിരിപ്പ് വാർഡാണ്. ആ കാത്തിരിപ്പ് വാർഡിന് മുന്നിലും ചുറ്റുമെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ ഡോക്ടർമാരുടെയും ജൂനിയർ ഡോക്ടർമാരുടെയും ഹൗസിംഗ് സർജന്മാരുടെയും എല്ലാം തന്നെ പ്രതിഷേധം നടക്കുകയായിരുന്നു. മാത്രമല്ല, ഈ സതീഷ് കുമാർ എന്ന് പറയുന്ന ആളെ ആ എയിംസിനകത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത് പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ശ്രമകരമായിട്ടൊരു പരിപാടിയായിരുന്നു. അദ്ദേഹത്തിന് പരിക്കുകളൊന്നും പറ്റരുത്. പ്രത്യേകിച്ചും ഈ ലൈംഗികാധിക്രമ കേസിലടക്കം പ്രതിയായിട്ടുള്ള ആളാണെങ്കിൽ പോലും അയാൾക്ക് യാതൊരു പോറലും സംഭവിക്കാതെ കോടതിയിൽ ഹാജരാക്കേണ്ട ഒരു ഉത്തരവാദിത്തം പോലീസിനാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ വാഹനം ഈ കാത്തിരിപ്പ് വാർഡിലൂടെ ഓടിച്ച് ഋഷികേശ് എയിംസിനകത്തേക്ക് അയാളെ കയറ്റി പുറത്തേക്ക് കൊണ്ടുവന്ന് വലിയ രീതിയിൽ തന്നെ പാടുപെട്ടു. ഈ ഡോക്ടർമാരെ എല്ലാം നിയന്ത്രിച്ച് നിർത്തി അയാളെ സുരക്ഷിതരായി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഈ ഒരു നടപടിയിൽ പോലീസിനെതിരെയും വിമർശനം ഉയർത്തിയിരുന്നു. എന്തുകൊണ്ട് രോഗികളുടെ മുന്നിലൂടെ, കാരണം രോഗികളുടെ ഈ സ്ട്രക്ചറിലെല്ലാം പിടിച്ച് മാറ്റിയിട്ടാണ് ഈ ജീപ്പിൽ കയറി പോകാനായിട്ട് ഒരുപാട് പേർ പണിപ്പെടുന്നുണ്ടായിരുന്നു ഈ രോഗികളെ മാറ്റാനായിട്ട്. അത്തരത്തിലൊരു സാഹസികത വേണമോ എന്നുള്ള കാര്യം പലരും ചോദിച്ചിരുന്നു. പക്ഷേ ഈ സതീഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു പോറലും ഏൽക്കാതെ അയാളെ പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്തം പോലീസിന് മുന്നിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും പോലീസിന് ന്യായീകരണം ഉണ്ടാകും. നമ്മൾ ഈ സിനിമയിലൊക്കെ തന്നെ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ പൊക്കും എന്ന് പറയുന്ന പോലെ പോലീസ് പൊക്കി. അത് ആശുപത്രിക്കുള്ളിൽ വാഹനം ഓടിച്ച് കയറ്റിയിട്ടാണെങ്കിലും അത് അത്രയും ഗുരുതരമായ കേസുമാണ്. അപ്പോൾ പോലീസിന്റെ രീതിയിൽ മുന്നോട്ട് പോയി ആർക്കും അപകടം ഉണ്ടാകാത്ത ഭാഗ്യം. ശരി അർജുനെ.